പറഞ്ഞല്ല, സത്യമാണ്. അതിന് മുമ്പേ ബ്രിട്ടീഷ് ഭരിക്കുന്ന സമയത്ത് അറക്കൽ ബീവിക്ക് വിറ്റതാണ് 1,00,000 രൂപയ്ക്ക്. എൻ്റെ കയ്യിൽ റെക്കോർഡുണ്ട്, മദ്രാസിലെ റെക്കോർഡുണ്ട് മുന്നേ. ആ, മദ്രാസിലെ റെക്കോർഡ് പണ്ട് കാലത്ത്. പിന്നെ ജനാധിപത്യ ഭരണം വന്നതിന് ശേഷമാണ് എൻ്റെ ഈ പുണ്യാത്തുമാക്കൾക്കും ഇവിടെ വരാനും പോകാനും ആകാശക്കപ്പൽ തനിക്കപ്പൽ കൂടി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അങ്ങനെ ഉണ്ടായി. ഇപ്പോൾ നന്നായിട്ട് നടക്കും, നന്നായിട്ട് മനോഹരമായിട്ട്. വെള്ളം കയറില്ല, ഉടമ്പടി മൺസൂണില്ല, ഉടമ്പടി വരും. എന്ത് നല്ല വർക്കത്താണ്. 1849 ഹുമോല ഹളത്തി ഷേഖുന ഷേഖ് സയ്യിദ് മുഹമ്മദ് ഖാസിം വലിയുള്ള ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങൾ ആങ്കോലിൽ നിന്ന് വന്നെത്തിയിട്ടുണ്ടെങ്കിൽ 1941 മുമ്പ് മോല ഉബൈദുള്ള നായിബ് റസൂലിയുടെ അമേനിയിലെ മതപ്രഭാഷണത്തിനും വന്നിട്ടുണ്ടെങ്കിൽ സിദ്ദീഖുൽ അക്ബറിൻ്റെ പേരക്കിടാവും ജിബ്രീലിൻ്റെ ഉസ്താദിൻ്റെ പേരക്കുട്ടി ഈ ജംഹൂത്തിലു ഉബൈദുള്ള ഞാനക്കട്ടി. ജിബിൻ്റെ ഉസ്താദാരാണ്? 660 ജിബിൽ അല്ലു ഉസ്താദാണ് സിദ്ദീഖുൽ അക്ബർ. മുഹമ്മദ് മുസ്തഫ അമ്മൂശങ്കാക്കാണ്. അമ്മൂശങ്കാക്കാണ് 2 വട്ടം മൂത്തായ ആളാണ്. മൂത്താകും മുന്നൊക്കെ മാടായി മറിത്ത് മാവുൽ ഹയാത്ത് എന്ന അമൃതം കുടിത്ത് മൂത്തറ്റ് വാഴുന്ന കോലം വഹിത്ത് മൗനക്കടലാക്ക് ഹയ്യുൽ ഖയ്യൂമേ. തങ്ങൾ ഒപ്പാത്തും മുന്നേ മൂത്താകാൻ മുന്നേ മൂത്തായ ആളെ കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട എൻ്റെ അംശങ്കാക്ക എന്ന് പറഞ്ഞില്ല. ആയിക്കോട്ടെ, സിദ്ദീഖുലൊക്കെ പറഞ്ഞു കണ്ടുകൊടുക്കുന്ന അബൂബക്കർ ഉമർ ഉസ്മാൻ അലി. ഇതാ പടച്ചോനെ ഇപ്പോൾ കിട്ടിയ എൻ്റെ പുണ്യാത്തുമാക്കൾക്ക് ഇക്ക വരട്ടെ. ഇക്ക വായനശാലയിൽ പോയിട്ട് എന്തെല്ലോ വായിച്ചിട്ട് വരാം. വീണ്ടും നമുക്ക് കാണാം. ഒരു പാട്ട് പാടും. നല്ല എന്ത് പാട്ട് പാടണമോ? ഒരു കേരളക്കരയിൽ അറബിക്കടലിൽ ചെറുതായുള്ള കുറേ ദ്വീപുണ്ട്. വലയും വഞ്ചിയുമേന്തുമൊരായിരം മലയാളികളുടെ നാടുണ്ട്. വെള്ളിത്തിരമാലകളുടെ നാടുണ്ട്. കേരളക്കരയിൽ അറബിക്കടലിൽ ചെറുതായുള്ള കുറേ ദ്വീപുണ്ട്. വലയും വഞ്ചിയുമേന്തുമൊരായിരം മലയാളികളുടെ നാടുണ്ട്. വെള്ളിത്തിരമാലകളുടെ നാടുണ്ട്. ഒരപ്പനി